ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തന്നെ പഞ്ഞി പോലുള്ള എന്നാൽ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 6-7 മണിക്കൂർ കുതിരാൻ വെച്ച ശേഷം നല്ലതുപോലെ കഴുകി മിക്സിയുടെ ജാറിൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. അങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്തൊരു മാവാണിത്. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, ഇതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്തതും ഇതിൽ ചേർക്കാം. ഇനി ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുരുമുളക്. ഇനി നമുക്ക് വട ഒന്ന് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാകും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഈ ഉഴുന്ന മാവ് അരച്ചെടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ കൈവച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ വട നല്ലപോലെ പഞ്ഞിയായി കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടും വെച്ചിരിക്കരുത്, അപ്പം തന്നെ ചൂടോട് കൂടി പൊരിച്ചെടുക്കാവുന്നതാണ്. കാര്യം സവാളയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ അതിൽ വെള്ളം ഊറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എടുത്തിരിക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് കൈ ഒന്ന് നല്ലതുപോലെ വെള്ളത്തിൽ മുക്കിയെടുത്ത ശേഷം ഒരു ചെറിയ ബോളാക്കി എടുക്കാം. നമുക്ക് കുറച്ച് മാവ് എടുത്ത് നല്ലതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി ഒരു ചെറിയൊരു ബോളാക്കി എടുക്കാം. എന്നതിന് ശേഷം മധ്യഭാഗത്തൊരു ഹോളിട്ട ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിരിക്കണം ഈ സമയത്ത്. ഇതുപോലെ ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം. മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നുവെച്ചാൽ ചെറുതായിട്ടൊന്ന് മാറ്റിയ ശേഷം നമുക്കിനി ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു കളർ വന്നിട്ടുണ്ട്. ഇത് 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നോക്കിയാൽ ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മുടെ വട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. എല്ലാവരും ഉഴുന്നുവട ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കണം. ചെയ്തു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോവാതെ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അരച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. കൈ വെച്ച് നല്ലതുപോലെ പതപ്പിച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.